ഹായ്, പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ധ്രുവ നക്ഷത്രം ഡയറക്ടർ ഗൗതം മേനോൻ ഈ ഒരു സിനിമയെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം വീഡിയോയിലോട്ട് പോകാം. ധ്രുവ നക്ഷത്രം ഇപ്പം ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഗൗതം മേനോൻ. ഇത് ഞാൻ ആദ്യമായിട്ട് ഈ പടത്തിനെ പറ്റി അറിയുന്നതെന്ന് പറഞ്ഞാൽ 2013 അത് തലയുവയൊക്കെ ഇറങ്ങുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അന്നാണ് ഇതിനെപ്പറ്റി ഒരു സിനിമ അനൗൺസ് ചെയ്യുന്നത്. അത് ഒക്കെ ഇറങ്ങുന്നതിന് ആ ഒരു സമയം. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ട്രെയിലർ ആദ്യമേ അവരൊന്ന് വെളിവിട്ടായിരുന്നു 2015 16 ആ പുലി ഇറങ്ങുന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇതിൻ്റെ ഒരു ട്രെയിലർ അവരൊന്ന് വെളിവിട്ടായിരുന്നു. ടീസർ ഒന്ന് വെളിവിട്ടായിരുന്നു വിക്രത്തിൻ്റെ. അപ്പോൾ ഒരു വിക്രത്തിനെ പറ്റി പറയുവാണെങ്കിൽ ഇതേപോലൊരു നാണം കെട്ട ഒരു ആക്ടർ വേറെ ഇത്രയും കഴിവുള്ള ഒരു ആക്ടർ എന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ സിനിമയിൽ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് 5 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിക്രം കാണും. പക്ഷേ അതേപോലെ ഉള്ള ഒരു പടങ്ങളൊന്നും വിക്രത്തിന് കിട്ടുന്നില്ല. ഇപ്പം തന്നെ സാലാർ ഇപ്പോൾ വരുന്നുണ്ട്. പ്രഭാസിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രഭാസിൻ്റെ അഭിനയം മോശമാണ്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, മോശമാണ്. പിന്നെ വലിയ ബാനറിൽ വരുന്ന പടമൊക്കെ ആയതുകൊണ്ട് ആളുകൾ ശ്രദ്ധിക്കുന്ന പടമായതുകൊണ്ട് എല്ലാവരും കാണാൻ പോകുന്നുണ്ട്. അതിനെക്കാട്ടിലൊക്കെ മേളിൽ നിൽക്കുന്ന ഒരു ആക്ടർ ചെയ്യാൻ വിക്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ പുള്ളിക്ക് ഇതേപോലൊരു നല്ലൊരു രീതിയിലുള്ളൊരു പടം കിട്ടുന്നില്ല. ഇപ്പോൾ അടുത്ത മാസം ഒരു സിനിമ വരുന്നുണ്ട്. അത് എന്തുവായാലും ഒരു തട്ടയിൽ നിൽക്കുന്ന ഒരു സിനിമയെ അത് എങ്ങനെ എടുക്കുമെന്ന് പ്രേക്ഷകർ ഇറങ്ങിയാലേ അറിയത്തുള്ളൂ. സിനിമയിലെ ടോപ്പ് 5 എടുത്തു വരുമെങ്കിൽ 2 പേരുടെ പേര് പറയാം എനിക്ക്. ഒന്ന് ലാലേട്ടൻ്റെ പേര്. ലാലേട്ടനാണെങ്കിൽ ടോപ്പ് 5 എടുക്കുകയാണെങ്കിൽ ലാലേട്ടൻ വരും. അത് കഴിഞ്ഞ് രണ്ടാമത് 5 എവിടെയെങ്കിലും ഒരിടത്ത് വിക്രം ഉള്ളതായിരിക്കും, ചെയ്യാൻ വിക്രം. പക്ഷേ പുള്ളിക്ക് ഇപ്പം ഈ ഒരു ധ്രുവ നക്ഷത്രം എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പോൾ ഇറങ്ങും, നാളെ ഇറങ്ങും, മറ്റന്നാൾ ഇറങ്ങും, അങ്ങനെ ഈ ആഴ്ച ഇറങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം അടുത്ത കാലത്ത് റിലീസ് കൺഫേം ആക്കിയിട്ട് പിന്നെ മാറ്റി. ഇങ്ങനെ ചെയ്യേണ്ട ഗൗതം മേനോൻ ഇറക്കുന്ന പടങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല സിനിമകളാണ്. പക്ഷേ അതനുസരിച്ചുള്ള പ്രൊഡ്യൂസറെ പുള്ളിക്ക് കിട്ടാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ നീണ്ടു പോകുന്നത്. ഇതുപോലെ ഒത്തിരി പേര് അവസരം കൊടുത്തിട്ടുണ്ട്. അതായത് ആദ്യമേ കുറേ വിജയും ഇതിന് ഗൗതമേനോൻ്റെ കൂടെ ഒന്നിക്കാനൊക്കെ ഇരുന്നായിരുന്നു. യോഹൻ അധ്യായം 1 എന്ന് പറഞ്ഞ സിനിമ പുള്ളി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അന്ന് അത് കൺഫേം വിജയ് ചെയ്തായിരുന്നെങ്കിൽ ഇപ്പോഴും യോഹൻ അധ്യായം 1 കൂടെ വിജയനെ വേറെ പടങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിജയ് 2012 കഴിഞ്ഞിട്ട് ഇപ്പം 2012 എനിക്കൊന്ന് തുപ്പാക്കി 53ാമത്തെയോ കണ്ട സിനിമ എന്ന് തോന്നുന്നു. 53 54 50, കാവലൻ 51, വേലായുധം 52, നൻപൻ 53, തുപ്പാക്കി 54ാമത്തെ സിനിമയാണ് തുപ്പാക്കി. അപ്പോൾ 54ാമത്തെ സിനിമയായിട്ട് ഇറങ്ങാതിരുന്നതാണ് ഈ പടം. യോഹൻ അധ്യായം 1. ഇപ്പം വിജയുടെ 67ാമത്തെ സിനിമ ഇപ്പോൾ ഇറങ്ങിയത്. അപ്പോൾ അത്രയും ഒരു ഗ്യാപ്പ്. വിജയുടെ പടം ഇറങ്ങിയാൽ ഓരോ വർഷം തോറും ഒരു പടം വെച്ചാണ് പുള്ളി ഇറക്കുന്നത്. അപൂർവം ചില വർഷങ്ങളിലെ 2 സിനിമ ഇറക്കിയിട്ടുള്ളൂ. അത് ഒരു ചെറിയ സിനിമയായിരിക്കാം, നല്ലൊരു സിനിമ. അങ്ങനെയുള്ള രീതിയിലാണ് പകുതിയും പൊട്ടം പടങ്ങളാണ് ഇറക്കുന്നത്. അതിനകത്ത് കൊള്ളാവുന്ന പടങ്ങൾ എനിക്ക് കത്തി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയ ലിയോയാണ്. പിന്നെ മാസ്റ്റർ അത്യാവശ്യം ലൊക്കേഷനിൽ നിന്ന് പ്രതീക്ഷിച്ചില്ലെങ്കിലും വിജയുടെ പെർഫോമൻസ് വെച്ച് അതും കൊള്ളാം. ബാക്കിയുള്ള സിനിമകളെല്ലാം പൊട്ടം സിനിമകളാണ്. അതൊക്കെ സമ്മതിച്ചു. പക്ഷേ പുള്ളി അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും പടങ്ങൾ ചെയ്തു. അതായത് 13 പടങ്ങൾ അതിനിടയ്ക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യോഹൻ ചെയ്തായിരുന്നെങ്കിൽ ഇപ്പോഴും പുള്ളി അതേപോലെ ചെയ്തുകൊണ്ടിരുന്നേനെ. അത് കഴിഞ്ഞിട്ട് സൂര്യയുടെ കൂടെ കൺഫേം ചെയ്തിട്ട് കുറച്ച് 2 സീനായി കഴിഞ്ഞപ്പം സ്ക്രിപ്റ്റ് ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് നീട്ടിക്കൊണ്ടുപോയി. പിന്നെ സൂര്യ പറഞ്ഞു ഓക്കെ സൂര്യയുടെ കൂടെ ഇത് കൺഫേം ചെയ്താൽ പിന്നെ അത് പുള്ളി വേണ്ടാന്ന് വെച്ച്. പിന്നെ അജിത്തിൻ്റെ കൂടെ ഇറങ്ങിയ സിനിമ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ പെട്ടെന്ന് ഇറക്കി ഇതായിട്ട്. ബാക്കിയുള്ളതെല്ലാം ഇതായിപ്പോയി. അത് കഴിഞ്ഞിട്ടായിരുന്നു ധ്രുവ നക്ഷത്രം ഇറങ്ങാതിരുന്നത്. എന്തുപോലെ അത് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. പുള്ളി ഇതേപോലെ വിക്രത്തിനെ പോലുള്ള ആക്ടറെയൊക്കെ കൊണ്ടുവരും ഇതുപോലെ കളിയാക്കാതിരിക്കുക. ഇപ്പം മലയാളത്തിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പെട്ടിയിലൊക്കെ ഇരുന്ന് പഴകിയ സിനിമകൾ ഒത്തിരി ഉണ്ട്. ഇതിപ്പം ഒത്തിരി റിലീസാക്കിയിട്ടുണ്ട്. ചിലതാണെങ്കിൽ ഡയറക്റ്റ് ചാനലുകാർക്ക് കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള സിനിമകളുണ്ട്. ഈ ഒരു സിനിമയും ഇനി റിലീസ് തിയേറ്ററിലാക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞാൽ 2013 കഴിഞ്ഞിട്ട് ഇപ്പം 10 വർഷമായി. ആ 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് എത്ര അപ്ഡേറ്റുകളുണ്ടായി. ഇപ്പം ഞാൻ 2013 സിനിമ വാർത്തകൾ അറിയുന്നതെന്ന് പറഞ്ഞാൽ ഈ ചാനൽസിനകത്ത് സിനിമ ന്യൂസ് എന്നൊക്കെ പറഞ്ഞ് വരും. അന്ന് കിട്ടിയ ഒരു കാര്യമാണ് ഈ ധ്രുവ നക്ഷത്രം. പിന്നെ അത് കഴിഞ്ഞിട്ട് അന്ന് ഇൻ്റർനെറ്റൊക്കെ കുറവാണ്, ആളുകൾ ഉപയോഗിക്കുന്നത് കുറവാണ്, യൂട്യൂബ് ചാനൽസ് കുറവാണ്, ഈ ആൻഡ്രോയിഡ് ഫോൺസ് കുറവാണ്. ഇപ്പം ഈ കൊറോണയ്ക്ക് ശേഷമാണ് കൂടുതൽ പേര് യൂട്യൂബ് ചാനൽ ഈ ജിമെയിൽ വെച്ച് എന്തോരം ഫോൺ തുറക്കാൻ പറ്റത്തുള്ളൂ. ആ ജിമെയിൽ വെച്ച് യൂട്യൂബ് ചാനൽ എല്ലാം മിക്കവാറുള്ളവർക്കെല്ലാം ഓരോ യൂട്യൂബ് ചാനലുണ്ട്. പറയാനുള്ളതെല്ലാം അവർ പറഞ്ഞ് അതിനകത്ത് അങ്ങിടും. അങ്ങനെയാണ് ഇപ്പം ചെയ്യുന്നത്. ഇപ്പം കൂടുതലും പേര് അതിനകത്ത് കുറേ പേര് എല്ലാവരും ശ്രദ്ധിക്കും, ചിലവർ ഔട്ടായി പോകും. അങ്ങനെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തൊക്കെ ചാനൽസ് തന്നെയാണ് ഇപ്പം അത്രയും നേരം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഒരു സിനിമ ഓരോ ഷോട്ടും മാറ്റമുണ്ട്, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് പഴയ സിനിമകളൊക്കെ കൊണ്ടുവന്ന് റിലീസാക്കുകയാണെങ്കിൽ അതിനകത്ത് അപ്ഡേറ്റ് ആവുമെന്ന് എനിക്ക് തോന്നിയില്ല. എങ്കിലും ഗൗതം മേനോൻ നല്ല ഡയറക്ടറാണ്. പുള്ളി എന്തെങ്കിലും നല്ലൊരു
സ്ക്രിപ്റ്റ് കൊടുക്കാൻ നോക്കുക. അല്ലാതെ പിന്നെ വിക്രത്തിനെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ എന്തോ വിക്രത്തിനെ കളിയാക്കുന്നതിൻ്റെ കൂട്ടുള്ള ഒരു സിനിമയാണിത്. ഇത്രയും വർഷം കൊണ്ടുവന്നിട്ട് കളിയാക്കുക. പുള്ളിയുടെ അത്രയും കഴിവ് ഞാൻ പറഞ്ഞല്ലോ, അപൂർവം പേർക്കേ ഉള്ളൂ. ടോപ്പ് 5 എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിക്രം കാണും. അത്രയ്ക്കും കഴിവുള്ള ഒരു ആക്ടറെ കൊണ്ടുവന്ന് ഇതുപോലെ നശിപ്പിച്ച് പുള്ളി ഒന്ന് നല്ല ഒരു പുള്ളിക്ക് ആഗ്രഹങ്ങളുണ്ട് ഇതേപോലെ. പുള്ളി എന്തുപോലെ കളിപ്പിച്ചുകൊണ്ടിരിക്കും ഓരോരുത്തർ. ഇപ്പം കൊണ്ടുവന്ന് പുള്ളിയുടെ അടുത്ത് കഥ പറയുമ്പോഴേ വിക്രത്തിൻ്റെ ചിലപ്പം കുഴപ്പമായിരിക്കും, പുള്ളിക്ക് ഈ ഡെഡിക്കേഷനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് പുള്ളിയുടെ അടുത്ത് വന്ന് കഥ പറയുന്നതിന് മുമ്പേ അതിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അങ്ങ് പറയുമായിരിക്കും. ക്യാരക്ടറിൻ്റെ പേര് ഇപ്പം 3-4 ക്യാരക്ടർ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പുള്ളി അറിയാൻ കൺഫേം ആക്കും. അങ്ങനെ അനുഭവിക്കുന്നതാണ് ഇതുപോലത്തെ സിനിമകളൊക്കെ. അല്ലാതെ കഥ പറഞ്ഞ് കേൾക്കുവാണെങ്കിൽ ചിലപ്പോൾ അത് എന്തുവാ കഥ പറഞ്ഞ് കേൾക്കുവാണെങ്കിൽ ഇതേപോലെ ചിലപ്പം പൊട്ടൻ പടങ്ങളായിരിക്കാം. പക്ഷേ ഈ പുള്ളിക്ക് ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് ഇതുപോലെയൊക്കെയുള്ള പടങ്ങൾ പോയി കൺഫേം ചെയ്യുന്ന പണി മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ധ്രുവ നക്ഷത്രം ഇനി OTTക്ക് എല്ലാം കൊടുക്കുക, ഉള്ള പൈസ വാങ്ങുക. ഇനി തിയേറ്ററിൽ ഇറക്കിയാൽ ഓടുമെന്ന് എനിക്കറിയത്തില്ല. കാരണം അപ്ഡേറ്റ് ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. ആ ഷോട്ടുകൾ തന്നെ ഇപ്പം പുതിയ രീതിക്ക് എടുത്ത് മാറ്റിയാലും എന്തുപോലും പഴയ സീനുകളൊക്കെ കുറേ കാണുമല്ലോ. അതനുസരിച്ച് ഇപ്പം അത് ആളുകൾക്ക് പ്രേക്ഷകർക്ക് അതൊക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുമായിരിക്കും. അതുകൊണ്ട് OTTക്ക് കൊടുക്കുന്നതായിരിക്കും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി റിലീസ് ഡേറ്റ് ഇനി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇനി OTTക്ക് എല്ലാം കൊടുത്ത് അതിനകത്തുനിന്ന് ചിലപ്പോൾ OTTക്ക് കൊടുത്താൽ ചിലവർക്ക് കൂടുതലും പേർക്ക് അത് ഇഷ്ടപ്പെടുമായിരിക്കും തിയേറ്ററിൽ ഇറക്കുന്നതിനെക്കാട്ടിലും. അപ്പം ഇത്രയുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.